നമ്മൊക്കെ ഇങ്ങനെ ഇത്ര ഒരിക്കലും ഇളകി പോവില്ല. നല്ല രീതിക്കാണ് സംഭവം സെറ്റായിരിക്കുന്നത്. നല്ല വിഷ്വൽ ഫുള്ള് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ചരിഞ്ഞിരിക്കുകയാണെങ്കിൽ നേരെ ഇരിക്കണം, ഇങ്ങനെ ആയിരിക്കും ക്യാമറ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഹലോ ഫ്രണ്ട്സ്, റൈഡർ സ്ലീപ്പ് ബേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മുടെ ഹെൽമെറ്റിൽ എങ്ങനെയാണ് ആക്ഷൻ ക്യാമറ മൗണ്ട് ചെയ്യുന്നത് എന്ന് സംബന്ധിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു കാര്യം അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആക്ഷൻ ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. പക്ഷേ പലപ്പോഴും എനിക്കും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കഴിഞ്ഞ എൻ്റെ BGMൻ്റെ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടാൽ അറിയാം, BGMനെ തട്ടാൻ പോയ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുള്ളവർക്കറിയാം, ചില പൊസിഷനുകളിൽ നമ്മുടെ ക്യാമറ താണിട്ടാണ് വീഡിയോ പാർത്തിയിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ ആംഗിളാണ് പ്രശ്നം. നമ്മൾ മൗണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, നമ്മൾ പകർത്തുന്ന വിഷ്വൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ വിഷ്വൽ എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ മൗണ്ട് സെറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഹിമാലയനാണ്. അപ്പോൾ ഹിമാലയൻ ഉപയോഗിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഹിമാലയൻ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഹിമാലയൻ്റെ വൈസറും കാര്യങ്ങളെല്ലാം അപ്ഗ്രേറ്റ് ആണ്, നല്ല രീതിയിൽ ഉയർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ക്യാമറയും ഉയരണം. എൻ്റെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടർ 3 ഹെൽമെറ്റാണ്. ഇപ്പം ഈ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ഘടന എങ്ങനെയാണെന്ന് നോക്കണം. ഈ ഒരു ഘടനയാണ് തണ്ടർ 3ക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തോട്ട് വരുമ്പോഴത്തേന് ഒരു ചെറിയ രീതിയിലുള്ളൊരു കർവ് രീതിയിലാണ്. അപ്പം ഇവിടെ ഉപയോഗിക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം ഫ്ലാറ്റ് മൗണ്ട് പറ്റത്തില്ല, കർവ് മൗണ്ടേ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നോർമലായിട്ട് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബന്ധിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ആക്ഷൻ ക്യാമറ എടുക്കുന്ന സമയത്ത്, ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറ താഴോട്ടേ ഇരിക്കത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു അടിവശം കൊണ്ട് നമുക്ക് ഈ ഒരു മൗണ്ട് കുറച്ച് ഉയർത്തി കൊടുക്കണം. അതിന് ഞാൻ എന്താണ് ടെക്നിക്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇപ്പം ഞാൻ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നോർമൽ കർവ് മൗണ്ട് ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് വേറെ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് പാർത്താറുള്ളത്. അതും ഞാൻ എല്ലാം ഓരോ ഘട്ടമായിട്ട് പറഞ്ഞുതരാം. ആദ്യം സാധാരണ രീതിയിൽ പല ഹെൽമെറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കർവ് മൗണ്ട് എങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എൻ്റെ ഹെൽമെറ്റിനകത്ത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞതാണ്, ഹെൽമെറ്റിൻ്റെ സോളും കാര്യങ്ങളെല്ലാം നമ്മുടെ വിയർപ്പൊക്കെ അടിച്ചിട്ട് ചീത്തയായിട്ടിരിക്കണം. അപ്പം സോളെല്ലാം കഴുകാൻ വെച്ചേക്കാണ്. ഇനി അതാരും ട്രോളാൻ വരണ്ട. ഇപ്പം സോളില്ലാന്ന് വെച്ചിട്ട് ഇത് കർവ് മൗണ്ട് സെറ്റ് ചെയ്യാൻ പാടൊന്നുമില്ല. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ആക്ഷൻ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നമുക്ക് ഇവിടോട്ട് തട്ടിയിടാം. ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പം 1-2 ക്യാമ് വാങ്ങിച്ചപ്പം കൂടെ കിട്ടിയതും അല്ലാതെ അഡീഷണൽ വാങ്ങിയിട്ടുള്ള ഒരുപാട് മൗണ്ടും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നുണ്ട്? എല്ലാവർക്കും ക്യാമൊക്കെ വാങ്ങിക്കുമ്പം ഇങ്ങനത്തെ ഉള്ള ഒരുപാട് ഗാഡ്ജറ്റുകൾ കൂടെ കിട്ടാറുണ്ട്. അപ്പം പലർക്കും ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ആക്കുന്നതെന്ന് ഉള്ള വീഡിയോ വേണമെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ഫിറ്റ് ചെയ്തിരിക്കുന്ന മൗണ്ട് അങ്ങ് റിമൂവ് ചെയ്യാം. അത്യാവശ്യം വലിയ പാടൊന്നുമില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കിട്ടുന്ന 3mm വലിയ രീതിയിലുള്ള സ്റ്റിക്കി ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ നേരത്തെ ഇവിടെ ഒട്ടിച്ചിരുന്നതിൻ്റെ കുറച്ച് ഇതൊക്കെ കാണും. അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടോ. നമ്മളെപ്പോഴും 3mm യൂസ് ചെയ്ത് കഴിഞ്ഞ് ഒട്ടിക്കുന്ന മൗണ്ടുകളെല്ലാം ഇതുപോലെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം ആൾറെഡി വേറൊരു മൗണ്ട് എൻ്റെ ഇതിനകത്ത് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതും കൂടെ അങ്ങ് റിമൂവ് ചെയ്യുക. കാരണം അതിൻ്റെ ആവശ്യമില്ല. അത് കുറേ നാളായി നമ്മൾ ലഡാക്ക് യാത്രയിൽ സ്റ്റിക്ക് ചെയ്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാനിപ്പം എന്ത് ചെയ്യാറില്ല, നമ്മുടെ മൗണ്ടൊന്നും ചെയ്യാറില്ല. 2 രീതിയിലുള്ള മൗണ്ടുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള, ഇത് മൗണ്ടല്ല, ഇത് ബേസ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം വെച്ചാൽ ഇതാണ് നമ്മൾ ഹെൽമെറ്റിൽ ബേസ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന സാധനം. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് മൗണ്ടുകൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ബേസ് 2 രീതിയിലുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസ് ഉണ്ട്, കണ്ട ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസാണ്. പക്ഷേ ചില ബേസുകളെന്ന് പറഞ്ഞാൽ കർവാണ്. അപ്പം നമ്മുടെ ഈ ഹെൽമെറ്റിൽ കർവായിട്ടുള്ളതൊക്കെ ഭാഗങ്ങളുണ്ട്. ഈ കർവായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കർവ് ബേസ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, സ്റ്റിക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ കുറേ ബേസുകൾ എൻ്റെ കയ്യിലുണ്ട്, കണ്ട ഇത് ഇത്രയും ബേസുകളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവ് ബേസ് ആണ്. അപ്പോൾ ഇതുപോലെ ഇതും കർവ് ബേസ് ആണ്. ഇത് 2ഉം ഫ്ലാറ്റ് ബേസ് ആണ്. ഇതും കർവ് ബേസ്. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ബേസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും ഗ്യാപ്പുള്ളത്. കണ്ടോ, എത്ര നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ഇതിനെ വളച്ച് സ്റ്റിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇതൊരു ഫ്ലാറ്റ് ബേസാണ്. ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളിടത്ത് വെച്ച് കഴിയുമ്പം യാതൊരു വിധമായിട്ടുള്ള മാറ്റമോ കാര്യങ്ങളോ ഒന്നുമില്ല.
പക്ഷേ കർവ്, ഇതൊരു കർവ് ബേസാണ്. കണ്ട, കർവ് ബേസ് വെച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇടയിൽ ഗ്യാപ്പ് നല്ല രീതിയിൽ അറിയാൻ പറ്റും. കണ്ടോ, ഇതിനകത്ത് നമ്മൾ കർവ് ബേസ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ കർവിൻ്റെ മൗണ്ട് സെറ്റ് ചെയ്താലും എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു മൗണ്ട് കുറച്ച് ഉയരത്തിലിരിക്കണം. അപ്പം ഇൻ കേസ് നമ്മുടെ കയ്യിൽ ഫ്ലാറ്റ് മൗണ്ടേ ഉള്ളെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ് തരുന്ന ടെക്നിക്ക് വഴി നമുക്കത് ഒരു കർവ് സ്ഥലത്ത് ബേസ് ഫിറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്നത് നമുക്ക് MC-യിലാണ്. MC നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഞാൻ MC-യിൽ ഇത് പൊട്ടിച്ചെടുത്തതാണ്. അപ്പം MC-യിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം MC-യിൽ നേരിട്ട് കുഴച്ച് നമ്മൾ ഹെൽമെറ്റിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഭാഗത്തെ പെയിൻറ്റും കാര്യങ്ങളും എല്ലാം പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും ഹാർഡായിട്ടുള്ളൊരു സാധനമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്തല്ലേ വേണ്ടത്, നമുക്ക് എവിടാണോ ഈ ഒരു ഭാഗത്തെ കർവാണ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഈ ഒരു കർവിൻ ഷേപ്പിൽ, നമ്മുടെ ഹെൽമെറ്റിൻ്റെ കർവ് ഷേപ്പിൽ ഒരു മൗണ്ട് മേടിക്കാൻ വളരെ പാടാണ്. അപ്പോൾ ആ ഒരു കർവ് ഷേപ്പിലുള്ള മൗണ്ടാണ് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് മൗണ്ട് സെറ്റ് ചെയ്യേണ്ട ഭാഗത്ത് എന്ത് ചെയ്യാം, ഒരു ടേപ്പ് അടിച്ചു കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ ടേപ്പ് പിന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടേപ്പ് അടിച്ചിട്ടുണ്ട് അവിടെ. ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാമല്ലോ. ടേപ്പ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ MC-യിൽ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു മൗണ്ടാണ്. ഈ ഒരു മൗണ്ട് ഏകദേശം ഇത്ര നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. നമുക്ക് കണ്ടേ ഈ ഒരു സൈഡിൽ ഈ ഒരു ഭാഗത്ത് താണ്ടേ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള തള്ളി നീപ്പുണ്ട്, അവിടെയൊക്കെ പാടാണ്. ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, ടോപ്പിൽ സെറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും എനിക്ക് പക്ക ആയിട്ടുള്ള ആംഗിൾ ഫ്രണ്ടിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലാണ് ഹെൽമെറ്റ് എനിക്ക് ക്യാം എപ്പോഴും ഷൂട്ടായിട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള കാറ്റ് പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അതത്ര ഒരു കോൺഫിഡൻസ് തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൗണ്ട് എങ്ങനെയാണെന്ന് നോക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന മൗണ്ടിൻ്റെ അടിവശത്ത് നിന്നുണ്ട് ഇവിടെ നടുക്ക് സെൻറ്ററിലൊരു പിന്നെ ഹോള് മിക്ക മൗണ്ടുകളിലും ഉണ്ട്. അപ്പം ഈ ഒരു ഹോളും ഉണ്ട്, പിന്നെ ഇവിടെ 2 പിന്നെ ഗ്യാപ്പും ഉണ്ട്. അപ്പം ഈ ഗ്യാപ്പിൽ കൂടെ നമ്മൾ MC-യിൽ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ വരും. അതുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന നമ്മൾ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്ത സാധനം വെച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് റിമൂവ് ചെയ്തൊരു ഗമ്മ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഈ ഒരു ടേപ്പ് തന്നെ ഇനിയും വേണമെങ്കിൽ അടിക്കാം. അതുകൊണ്ട് നമുക്ക് ഈ MC-യിൽ അടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യില്ല, MC-യിൽ ചാടി വെളിയിൽ ഇപ്പുറത്തെ സൈഡിൽ വരില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ MC-യിൽ അടിക്കുന്ന സമയത്ത് MC-യിലെല്ലാം കൂടെ ചാടി ഇപ്പുറത്തെ സ്ഥലത്ത് വന്നിരിക്കും. അത് നമുക്ക് പിന്നെ ഭയങ്കര പാടായിരിക്കും. ഇത് നമുക്ക് MC-യിൻ്റെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2 സാധനം അങ്ങ് വലിച്ചിളക്കി കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം. ഈ MC-യിലൊന്ന് കട്ട് ചെയ്തിട്ട് MC-യിലൊന്ന് കുഴച്ചെടുക്കാം. MC-യിൽ കുഴക്കുന്ന സമയത്ത് നിങ്ങൾ ഗ്ലൗസോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഇത് കുഴച്ച് കഴിയുമ്പോൾ കൈയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. അപ്പം MC-യിൽ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, MC-യിൽ യൂസ് ചെയ്യുന്നവർക്കല്ല, MC-യിലൊക്കെ യൂസ് ചെയ്ത് പഠിക്കണം. കാരണം ടാങ്കൊക്കെ ഹോള് വന്നു കഴിയുമ്പോൾ നമുക്ക് ലഡാക്ക് റൈഡൊക്കെ പോകുമ്പോൾ MC-യിൽ വേണം നമുക്ക് സെറ്റാക്കാനായിട്ട്. അപ്പം ഈ 2 ഇതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. MC-യിൽ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മൗണ്ടിൻ്റെ ഭാഗത്ത് ഈ ഒരു MC-യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് ഇത് അടിവശമാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വേണം എനിക്ക് പൊങ്ങി നിൽക്കാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ ഹെൽമെറ്റ് എടുത്തു. അപ്പം ഞാൻ ജസ്റ്റ് ഇത് കറക്റ്റ് ഈ ലെവലായിരിക്കണം. ലെവലല്ലെങ്കിൽ നമുക്ക് പണി പാടും, ഉറപ്പായിട്ടും പണി കിട്ടും. ലെവലായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ MC-യിൽ പക്കയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം മുകൾ ഭാഗത്ത് താന്നിരിക്കേണ്ടതുകൊണ്ട് ഞാൻ മുകൾ ഭാഗത്ത് കുറച്ച് MC-യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ MC-യിലങ്ങ് വെളിയിൽ ചാടി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു MC-യിൽ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആവശ്യമുള്ള രീതിയിൽ MC-യിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെയൊക്കെ കുറച്ച് വേണ്ടാത്ത MC-യിൽ തള്ളിയിരിക്കുന്നുണ്ട്, അതൊക്കെ ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട,
നമ്മൾ ഏകദേശം അതിൻ്റെ മൗണ്ട് വേണുന്ന രീതിയിൽ സെറ്റ് ആക്കണം. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല സെറ്റായിട്ടുണ്ട്. എന്താ ഈ സാധനം നല്ല സെറ്റായി. ഇനി ഒരുവിധം സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കായിരിക്കും. അപ്പം നമ്മുടെ മൗണ്ട് എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള കർവ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കിട്ടും. ഇത് ഇളക്കിയെടുക്കണം. എന്താ സംഭവം ഇളവി വന്നിട്ടുണ്ട്. കണ്ട ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം നമുക്ക് ആവശ്യമായിട്ടുള്ള കർവിൻ്റെ രീതിയിൽ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വേണ്ട. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേൽഭാഗത്ത് കനം കുറവും താഴ്ഭാഗത്ത് കനം കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ ഒരു സാധനം വേണ്ട. പിന്നെ ഇതിന് റിമൂവ് ചെയ്തോണം. ഇത് റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് ഇപ്പം ഏറ്റവും എളുപ്പം വീട്ടിൽ ഒരുപാട് സാനിറ്റൈസർ ഇട്ടല്ലോ, സാനിറ്റൈസർ ഇട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ നല്ല പശയുള്ള സാധനം യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള പശയുള്ള സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീനൊന്നും വരില്ല. സാനിറ്റൈസർ ഒഴിച്ച് കഴിഞ്ഞാൽ പശ സൂപ്പറായിട്ട് പോകുന്നുണ്ട്. ഒരു വിധം നമ്മുടെ ആവശ്യമില്ലാത്ത പശയൊക്കെ പോയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചും കൂടെ സാനിറ്റൈസർ ആൽക്കഹോളിക് സാധനം പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ പെട്രോൾ ജെല്ലി എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്താൽ മതി. കർവ് മൗണ്ട് ഒന്നെടുത്ത് വെച്ച് നോക്കാം. നമ്മൾ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ ഒരു മൗണ്ടിന് പിന്നെ പൊക്കം കൂടുതലാണ്. സാധാരണ ഇത്രയും വരുന്ന മൗണ്ട് കിട്ടും. അപ്പം എനിക്ക് എൻ്റെ GoPro ആയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ മൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കണ്ട ഈ ഒരു ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഞാൻ ഈ ഒരു മൗണ്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എടുത്തു. അതിനുശേഷം ഈ ഒരു മൗണ്ടിൻ്റെ വേണമെങ്കിൽ ഈ മൗണ്ട് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ആക്കി കൊടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളില്ല ടേപ്പ് ഒട്ടിച്ചിരുന്നതുകൊണ്ട് കണ്ടോ പക്ക ഗ്ലൈസി ഫിനിഷ് ചെയ്തിരിക്കുക. അതൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഡ്യൂ ടു ഫ്രിക്ഷൻ റബ്ബ് ചെയ്ത സ്ഥലത്തായിരിക്കും സാധനം കൂടുതൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്തില്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 3mm ഒരു തരം ഓപ്പൺ ആവട്ടെ. ഓക്കെ, 3mm ടേപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടിച്ചു. ഇത് ചെറിയ ടേപ്പാണ് കേട്ടോ, ഇത് ചെറിയ മൗണ്ടിൻ്റെ ടേപ്പാണ്. പക്ഷേ നല്ല ഹാർഡായിട്ടുള്ള പിന്നെ നല്ല പശയുള്ള ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ടേപ്പ് തന്നെ ധാരാളം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് ലെവൽ നോക്കി ഒട്ടിക്കണം. അത് ചരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമും ചരിഞ്ഞിരിക്കും. ഓക്കെ മാൻ, സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. സാധനം സെറ്റായി, സെറ്റപ്പായിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മൗണ്ട് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് 2 ടൈപ്പ് മൗണ്ട് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ജെ മൗണ്ടും ഉണ്ട്, സാധാരണ നോർമൽ മൗണ്ടും ഉണ്ട്. അപ്പം പിന്നെ ജെ മൗണ്ട് ആണെങ്കിൽ നമുക്ക് ജെ മൗണ്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് ക്യാമറ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ജെ മൗണ്ട് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ കാണിച്ചു തരാം. മാൻ കണ്ട കുറേ നമ്മുടെ 3mm പശയ്ക്കകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റിക്കായിട്ട് സാധനം നിൽപ്പുണ്ട്. ഇതിന് ശേഷം നമ്മുടെ GoPro Hero 7 സെറ്റ് ചെയ്യുന്നു. എനിക്ക് യെസ് മാൻ, സെറ്റ് ആയിട്ടുണ്ട്. കണ്ട നേരത്തെ ആണെങ്കിൽ കറക്റ്റ് നമ്മുടെ സ്റ്റഡി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ക്യാമറ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഹെൽമെറ്റ് ഇങ്ങനെ നമ്മുടെ തലയിൽ അത്യാവശ്യം ഇപ്പം എൻ്റെ കയ്യിൽ ഇതില്ല. കണ്ട കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാമറ ഇങ്ങനെ താഴോട്ടായിരിക്കും, വെറുതെ താഴോട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പൊസിഷൻ പൊക്കി കൊടുത്തുകൊണ്ട് എന്ത് ചെയ്ത് ഈ ഒരു ക്യാമറ മുകളിലോട്ടായി. ഇപ്പം കണ്ടാക്കി. ഓക്കെ, ഇപ്പം സെറ്റാണ് കേട്ടോ. GoPro ക്യാമറ ഉണ്ട് ഇങ്ങനെ ഇത്ര ഉണ്ടാ ഒരിക്കലും ഇളകിപ്പോവില്ല. നല്ല രീതിക്കാണ് സംഭവം സെറ്റായിരിക്കുന്നത്. അപ്പം ഇത് അറിയാത്തവർക്കായിട്ട് എന്തായാലും നല്ലൊരു അറിവായിട്ട് നോക്കുക. അറിയാവുന്നവരാണെങ്കിൽ ഇതിനകത്ത് അറിയാത്ത കുറച്ച് ടെക്നിക്കുണ്ട്. കാരണം ചിലവരുടെ ക്യാം
കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടണമെന്ന് വരും. അപ്പം ഇൻ കേസ് നമ്മൾ സെറ്റ് ചെയ്ത് റെഡി ആയിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ MC ഇല്ലാതെ നമ്മൾ വെറുതെ ഫ്ലാറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ഹാൻഡിൽ ബാർ മാത്രമേ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സാധനം നമുക്ക് വേണ്ടുന്ന ആംഗിളിൽ സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ജെ മൗണ്ട് കാണത്തില്ല. ജെ മൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മൗണ്ട് ആയിട്ടുള്ള ഈ ഒരു മൗണ്ട് മതി നമുക്ക് ഈ ഒരു പൊസിഷനിൽ ക്യാമറ സെറ്റ് ചെയ്യാൻ. പിന്നെ ഈ ഒരു പൊസിഷനിൽ സെറ്റ് ചെയ്യാനായിട്ട് കുറേ ടിപ്പുകളുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്ത് പല ആംഗിളിൽ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പം അതെല്ലാം കൂടെ ഈ ഒരു വീഡിയോക്കകത്ത് ലെങ്തി ആക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ് ആയെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോ 10K വ്യൂവേഴ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 4 കിടിലം ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ MC ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്ലാറ്റ് മൗണ്ട് നമുക്ക് കർവ് മൗണ്ട് പോലെ യൂസ് ചെയ്യാം. ഒപ്പം തന്നെ കർവ് മൗണ്ട് ആണെങ്കിലും ഫ്ലാറ്റ് മൗണ്ട് ആണെങ്കിലും സെറ്റ് ചെയ്തതിന് ശേഷം ഈ ക്യാം നമുക്ക് പൊക്കി ഇത്രത്തോളം പൊക്കണോ എങ്ങനെ വേണമെങ്കിലും പൊക്കാം. ഒപ്പം വൈസർ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ കുറേ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഇതിൻ്റെ സാധനങ്ങളും മതി. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ 10K വ്യൂവേഴ്സ് ആയി കഴിഞ്ഞാൽ ഉടനെ ആ ഒരു ടിപ്സുകളും കാര്യങ്ങളും എല്ലാം ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ ഈ ഒരു ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇടിച്ച് പൊട്ടിച്ച് കിണി അടിച്ച് വെക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.